നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനേ കാണിച്ചിട്ടുള്ള സാരിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് ഹിറ്റായ സാരി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സെയിൽ നടന്ന സാരി, അതിനെ ഞാൻ വിളിക്കുന്ന പേര് ഹിറ്റായ സാരി. ആ സാരിയുടെ ബീച്ച് സ്റ്റോക്കാണ് കാണിക്കുന്നത്. കുറേ ഒരു 10-12 ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ഇതാണ്. എല്ലാ സാരി ഉടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിളായിട്ടൊരു കാര്യമല്ലാത്തത് കൊണ്ടും സാരി ഉടുത്തോണ്ട് വീഡിയോ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പോലും എന്നെ സംബന്ധിച്ച് പറ്റുകയില്ലാത്തൊരു കാര്യമായതുകൊണ്ടും ഇങ്ങനെ കാണിക്കുക കേട്ടോ. വീഡിയോ ഇപ്പോൾ ഫോട്ടോ ആയിട്ട് കാണിക്കുക. ഇതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ല, നമ്മുടെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസാണ്. നിങ്ങൾ ഓരോരുത്തരും വാങ്ങിച്ചിട്ടുള്ള ബ്ലൗസ് തന്നെയാണ്, സെയിൽ ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. അതിൻ്റെ ഒരു ബ്ലൗസ് എടുത്തിട്ടതാ. അടിപൊളിയല്ലേ, നല്ല രസമല്ലേ? ഇതാണ് സാരി. ഇതിപ്പോൾ വന്നിട്ട് കണ്ടോ, ഈ ഒരു എന്താ പറയുന്നത്, ഒരു ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടി ബോർഡർ ആയിട്ടൊരു ചോക്ലേറ്റ് ഷെയ്ഡ് വരും. ഇവിടേക്ക് വരുമ്പം ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു നേർത്ത് വരുന്ന ഒരു ഇത് വരും മുന്താണി. ഇപ്പം ഇതിനകത്ത് ഞാനിങ്ങനെ ഒത്തിരി നേരം നിന്ന് കാണിക്കുന്നില്ല. നിങ്ങൾ ഈ ഫോട്ടോയ്ക്കകത്ത് കൂടുതൽ സമയവും ഈ സാരി കാണിക്കുമ്പോൾ കാണുന്നത് എൻ്റെ മോന്തയായിരിക്കും. അതിനും എൻ്റെ മോന്തയാണല്ലോ അല്ലേ കാണുന്നത്. എന്നു വെച്ചാൽ ഞാൻ സാരി എടുത്തോണ്ട് നിൽക്കുന്നതായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സാരി ഞാൻ അധികം നേരം കാണിക്കുന്നില്ല. അടുത്ത സാരി കാണിക്കാം കേട്ടോ. ബ്ലൗസ് ഇത് ബോഡിക്ക് പ്രിന്റ് ഉണ്ട്, ബ്ലൗസിന് പ്രിന്റ് ഇല്ല. ഇതാ ഇങ്ങനെ ബോർഡർ മാത്രം, പ്ലെയിൻ ബോഡി വന്നിട്ട് ബോർഡർ മാത്രം. അടുത്തത് പീച്ച്. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടാൽ ചില കളറുകൾ തമ്മിൽ നല്ല സാമ്യം തോന്നും. അതുകൊണ്ട് നിങ്ങൾ നമ്പർ കൂട്ടി മാത്രമേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുള്ളൂ. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചില്ലെങ്കിൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും, ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. ഒരുപോലെ ഏകദേശം സാമ്യതയുണ്ട്. നമ്പറുണ്ട്, ഇത്രയും നമ്പറുണ്ട്, സ്ക്രീൻഷോട്ടിൽ നമ്പറുണ്ട്. ആ നമ്പർ വെച്ചാണ് നമ്മൾ ബുക്കിംഗ് എടുത്തിട്ട് അയച്ചു തരുന്നത് കേട്ടോ. പീച്ച് ഷെയ്ഡ് ഈ സാരി പലർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഇവിടേക്ക് വന്നിട്ട് നല്ല എന്നാ പറയുന്നത്, ക്രീമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കളർ എന്നാന്ന് ആലോചിക്കുവാണേ. കളർ എന്നായിരിക്കും, കളർ എന്നാന്ന് അങ്ങോട്ട് ഉണ്ട്, മനസ്സിലുണ്ട്, വരുന്നില്ല അങ്ങോട്ട്. പിസ്ത ഗ്രീൻ. ഇതിൻ്റെ കളറുള്ളൊരു സാധനത്തെ ഒപ്പിച്ചാപ്പാ. ഈ പിസ്താഗ്രീൻ്റെ ഒക്കെ ഇങ്ങനെ ലൈറ്റായിട്ട് വന്നിട്ട് ഇതാണെന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡ്. നിങ്ങൾക്ക് ചിലരുടെ ഫോണിലെ ക്യാമറയിലോ അല്ലെങ്കിൽ ചിലരുടെ ടി വിയിലായിട്ട് കാണുന്നെങ്കിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര സൗണ്ട് അല്ലേ വെളിയിലൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ സൗണ്ട് ഡിസ്റ്റർബൻസസ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല പീച്ച്, ഇതാണ് ചാമ്പയ്ക്ക പീച്ച്, നല്ലതാണ് മുന്താണിയുടെ ഇത് കേട്ടോ. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ വരും, കണ്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ഫംഗ്ഷൻ വെയർ സാരിയാണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫംഗ്ഷൻ വെയർ സാരിയാണ്. നമ്മൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 3ാമത്തെ റീസ്റ്റോക്കാന്ന് തോന്നുന്നു. ഇത് എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ല, കിട്ടിയ അപ്പോഴും ഞാൻ ചാടി എടുക്കുന്ന ഒരു സാധനമാണ്. കാരണം എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമാണ്. നല്ല ഈ പേസ്റ്റൽ, ഇതിപ്പോൾ ഒരു മുന്തിരി കളർ പോലെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ബോർഡറിനെ നല്ല രസമാണ് കാണാൻ. നല്ലൊരു എന്നാ പറയുക, നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ തരുന്ന ഒരു ടൈപ്പ് സാരി. എന്നാൽ അധികം റേറ്റും ഇല്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റൈലായിട്ട് പോകും. ഒട്ടും ഓവറും അല്ല, ഒട്ടും കുറഞ്ഞും പോകത്തില്ല. അപ്പുറത്ത് പോയി വീഡിയോ എടുക്കാൻ നീ പുറത്ത് ചെല്ലുമ്പോൾ അപ്പുറത്ത് സൗണ്ട്, എന്നാൽ ഇപ്പുറത്ത് വന്ന് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഇപ്പുറത്ത് സൗണ്ട്. എല്ലാ സ്ഥലത്തും പണികൾ നടക്കുക. നേവി ബ്ലൂ ഇവിടേക്ക് വരുമ്പോൾ ഡാർക്ക്, ഇവിടേക്ക് വരുമ്പോൾ ലൈറ്റ്. ഇങ്ങനെ ഡൈനിങ് പോയിരിക്കും. ഒരു മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ. ഇടയ്ക്ക് ഞാൻ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചു പോയി. എൻ്റെ ഇടയ്ക്ക് അതോ ചാനലൗട്ടായി പോയ പോലെ പോയി. ഇത് കണ്ടോ, ആ മുന്തിരി കളർ എന്ന് പറയുന്നില്ല, നിങ്ങൾ ഓർക്കും അത് സെയിം ആണ്. അത് സെയിം അല്ല. ഇതിൻ്റെ ഇവിടെ നോക്കുമ്പോൾ അറിയാം, അതിന് ഇച്ചിരി കൂടെ ഡാർക്ക്നെസ് കൂടുതലാണ്. ഇവിടെയായിട്ട് ലൈറ്റ്. നമ്മൾ ജ്യൂസൊക്കെ എടുത്തു കഴിയുമ്പോൾ
ജ്യൂസ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഇച്ചിരി ഒരു തുള്ളി എടുത്തും ടേബിളെ ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് കൊണ്ട് കിട്ടത്തില്ല. എന്നോ ഉദാഹരണം എന്നെപ്പോലെ ഇത്രയും നല്ല ഉദാഹരണം പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നൊക്കെ അല്ലേ, എന്താണ് നല്ല രസമല്ലേ? നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഒത്തിരി വാങ്ങിച്ചവരുണ്ടല്ലോ, ഒത്തിരി പേര് വാങ്ങിച്ചവരുണ്ട്. അപ്പം വാങ്ങിച്ചവർക്ക് ആ റെഡിമെയ്ഡ് ബ്ലൗസ് വല്ല ഇതുപോലത്തെ ലാവണ്ടർ ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടുവാണെങ്കിൽ നല്ലതാട്ടോ. സാരിക്ക് കുറെ കൂടെ പറയുന്നത് ലെങ്ത്ത് ഇതിന് ആവശ്യത്തിന് നല്ല ലെങ്തുണ്ട്. ഞാൻ എടുത്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടം പോലെ പ്ലീറ്റ്സും കാര്യങ്ങളും ഒക്കെ കിട്ടി. പിന്നെ ഞാൻ പറയാൻ വന്നേ, റെഡിമെയ്ഡ് ബ്ലൗസ് ഈ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച വീഡിയോ ഉണ്ട് കേട്ടോ. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ കുറേ ഏതാ വന്നേക്കുന്നത് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് നോക്കുന്നത്. പ്ലെയിൻ ഉണ്ട്, അല്ലാത്തതുണ്ട്. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ് ഉണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ബോഡിയുടെ കളർ മാറിയ ഇത് ക്രീമാണ് എന്നത് പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ കളർ ബോഡിയുടെ കളർ ക്രീം കളറാണ്. ക്രീമേൽ ഈ ഒരു ലാവണ്ടർ നല്ല രസം കേട്ടോ. നല്ല ഒരു കുലീനത തോന്നുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു സാരി. റേറ്റ് ഒത്തിരി മുടക്കുന്നില്ലല്ലോ നമ്മൾ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്ലൗസേ ഇതിൻ്റെ ബ്ലൗസും പ്ലെയിൻ വന്നിട്ട് അങ്ങനെ തന്നെ. ഇനി ആ ലാവണ്ടർ ഷെയ്ഡ് മറ്റേ കളറേ വന്നിരിക്കുന്നത് പറയണം. കണ്ടോ നല്ല രസമല്ലേ? എന്താണ് ഇങ്ങനെ ഒരു മിനിറ്റ് ഇതുണ്ടോ? ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ച ആരെയാണെന്നറിയോ? എൻ്റെ ഒരാളെ തന്നെയാണ് കാണിച്ചത്. എൻ്റെ സ്റ്റാഫ് ഒരാളെ തന്നെ കാണിച്ചത്. ചുമ്മാ ഞാൻ കൂട്ടുകെട്ടി നടക്കുവാന്ന് പറഞ്ഞേ അത് കാണിച്ചത്. അപ്പം എല്ലാവരും ഓർക്കത്തില്ല ഇതെന്തിനാ വെളിയിലോട്ട് നോക്കി കാണിക്കുന്നത്. അവിടെ ചുമ്മാ രസം ലാവണ്ടറും ആ ഒരു മറ്റേ ഒരു കളറില്ലേ, ഇതിന് എന്നാ കളർന്നാ പറയുന്നത്? ഗ്രേയോ വെള്ളത്തിൻ്റെ കളറ്. ആ കളർ അങ്ങനെ മണ്ണക്കരൊക്കെ എഴുന്നള്ളിച്ചിട്ട് ഞാൻ തന്നെ നിന്ന് ആലോചിച്ചിരിക്കും. ഐഡിയടാ എനിക്കിഷ്ടപ്പെട്ടിത്. ഇത് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? എല്ലാം കണ്ടോ കേട്ടോ. എനിക്കിതിൻ്റെ ബോർഡർ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കുന്ന ബോർഡർ അല്ല ഈ പ്രാവശ്യം വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കുന്ന വേറൊരു ടൈപ്പ് ബോർഡർ. പക്ഷെ എനിക്ക് ഈ ബോർഡർ ഇങ്ങനെ ഒരു പ്ലെയിൻ പോലെ വന്നേക്കുന്ന നല്ല വീതി, നല്ല ഓവർ വീതിയില്ല, നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. അത് ഭയങ്കര രസമാണ്. മുന്താണിക്ക് എന്നിട്ട് ഡിസൈനുമായിട്ട് കണ്ടോ. ഇതിപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ പറഞ്ഞല്ലോ, ചോക്ലേറ്റിൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ യെല്ലോടെ അല്ല ചോക്ലേറ്റ് അല്ലേ, ലൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് അല്ല ലൈറ്റ് ചോക്ലേറ്റ്. ഇനി പിസ്താ ഗ്രീൻ ആണോ? ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ഉണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ? ചില സമയത്ത് നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യം പോലും മറന്നു പോകുന്നു. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറെല്ലാം കളറൊക്കെ ഇപ്പോൾ അറിയാം. അതൊക്കെ പണ്ടായിരുന്നു കളർ. അയ്യോ ആദ്യമൊക്കെ വീഡിയോ അവതരിപ്പിക്കുമ്പോൾ കളർ എന്നാന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ നിൽക്കും, മുണങ്ങസിയാന്ന് പറഞ്ഞാൽ അവർ നിൽക്കും. കളറ് മീൻസ് ചില കളറേ ഒക്കെ പറയുമ്പോഴത്തേനും ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ കളറൊക്കെ അറിയാം, ഓർക്കാത്തത് കേട്ടോ, അറിയാൻ മേലായിട്ടല്ല. പച്ച പിസ്താ ഗ്രീൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ് എന്താണ് വന്നിട്ട് ഇങ്ങനെ. ഇനി ഇതിൻ്റെ ബോഡിയിൽ ബുട്ടായുള്ള 2 മോഡലുണ്ട്, അത് കാണിക്കാം. അതും അന്ന് ഞാൻ കാണിച്ചിരുന്നതാ. രണ്ടെണ്ണം ഈ പ്രാവശ്യത്തെ ഇതിനകത്ത് 2 കളറേ വന്നിട്ടുള്ളൂ. ഒന്നൊരു ഇതാ ഈ മുന്താണി നോക്ക്, മുന്താണിയുടെ അല്ല ടാസിൽ നോക്ക്, അതിൻ്റെ ഡാർക്ക് വരും, അതായത് ലാവണ്ടറിൻ്റെ ഡാർക്ക്. ഇതും ഒത്തിരി പേർക്ക് ഇഷ്ടമായിരുന്നു, ചിലർക്ക് അങ്ങനെ. അപ്പോൾ എന്നെ എടുക്കുന്നറിയോ, ബ്ലൗസേ ബുട്ട വരും. ബ്ലൗസിന് ബോർഡർ ഉണ്ടോ നോക്കാം. ബ്ലൗസേ ബുട്ട വരും. ഇതിന് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയരുത് കേട്ടോ. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലേ, എന്നാണെന്നറിയാവോ? ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരാണോ ആദ്യം ക്യാഷ് ഇടുന്ന അവർക്ക് സ്റ്റോക്ക് തീടുന്നോളം വരെ
അങ്ങനെ കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് വാട്സപ്പ് കോൾ വഴി ഇല്ല ബുക്കിങ്. വാട്സപ്പ് കോൾ നമ്മൾ എടുക്കാറും ഇല്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ വോയിസ് അയച്ചാൽ മതി. 2 നമ്പറുണ്ട്. ഒരു നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പർ, ആ നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലെ ഓൺലൈൻ നമ്പർ, ഇത് രണ്ടും ഉണ്ട്. അത് അതിലോ ഏതിലേലും നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതി. വിളിച്ചാൽ നമ്മൾ കോൾ എടുക്കില്ല. വാട്സപ്പ് മെസ്സേജോ വാട്സപ്പായിട്ട് ഇടുക. വിളിച്ചാൽ കോൾ എടുക്കില്ലാത്ത വേറെ ഒന്നും കൊണ്ടല്ല, പലരാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. ഇത് വരും താഴത്തെ ബോർഡർ. ബുക്കിംഗ് എടുക്കുന്നതേ താഴത്തെ ബോർഡറിന് ഒരു ഇച്ചിരി വീതിയുണ്ട്, ഒത്തിരി ഇല്ല, ഓവറായിട്ടില്ല. മേളത്തെ ബോർഡറിനെ കഴിഞ്ഞ് കുറച്ച് വീതിയുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇനി ബ്ലൗസ് വരുമ്പോൾ ഉണ്ടല്ലോ, ഇതാണ് ബുട്ടായുണ്ട് ബ്ലൗസ് വരെ. അതിനൊരു മുന്തിരിക്കളർ എന്നൊക്കെ പറയല്ലേ, ഓർമ്മ ഉണ്ടായിരുന്നത്. ഇത് കൂട്ട് ഫുൾ ഇതുള്ള അത് കാണിച്ചു പോയോ? എൻ്റെ വർത്താനം പറച്ചിലിനടുക്ക് ഞാനത് മറന്നു വിട്ടുപോയത് എനിക്കറിയില്ല. ഫുള്ള് വർക്കുള്ള കോൺട്രാസ്റ്റ് അല്ലാതെ ഇല്ലയാണോ ആക്കറിയാം, എടുത്ത് വെക്കാത്താണോ എന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്, നല്ല ഒരു പായൽ ഗ്രീൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു, അല്ലെങ്കിൽ ബ്ലാക്ക് അല്ല, ഇതുണ്ട് ഇവിടേക്ക് നേരത്തെ വരുന്ന നോക്കുമ്പോൾ നമുക്ക് ആ കളർ ഏകദേശം മനസ്സിലാവും. എന്താണ് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ട. ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ. നമ്മുടെ ബ്ലൗസിൻ്റെ എന്നാ പറയുക, കഴിഞ്ഞ ദിവസം കാണിച്ച ബ്ലൗസിനകത്ത് ഞാൻ ആ ലാസ്റ്റ് ഒരു ബ്ലൗസ് കാണിച്ചു. നേരത്തെ ബ്ലൗസ് റീസ്റ്റോക്ക് വന്ന് കാണിച്ചു. അതിൻ്റെ കളേഴ്സ് ഇങ്ങനെ എൻ്റെ ഓരോ ആണോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കയ്യെ കയറ്റി ഇങ്ങനെ കാണിച്ചു. ഞാൻ ആ ബ്ലൗസ് ഇട്ടുകൊണ്ട് ഒരു സാരി കൊടുത്തൊരു വീഡിയോയും കാണിച്ചുകൊണ്ടായിരിക്കാം. ആ ബ്ലൗസിൻ്റെ ബാക്കി കളേഴ്സ് ഞാൻ അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പം അതിപ്പം അതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുള്ളതിൻ്റെ എന്ന് പറയുന്നത് നടക്കുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഫോട്ടോ ഇട്ട് തരിക എന്ന് പറഞ്ഞാൽ അത്രയും ബ്ലൗസിൻ്റെ കളേഴ്സ്. അതുമല്ല ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് കളർ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞായറാഴ്ച രാവിലത്തെ വീഡിയോ ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സാരി വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓവറായിട്ട് സ്റ്റോക്ക് നമുക്കില്ല. കാരണം ഇത് 3ാമത്തെ റീസ്റ്റോക്കാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റാ.